കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വനിതയെ അത്യാവശ്യം ഒന്ന് കൈവയ്ക്കേണ്ടി വന്നാൽ ഇവരെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് ചട്ടം. പക്ഷെ നിന്റെ പ്രകൃതം വെച്ച് നീ ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പൊന്നു മോളെ, നിന്റെ ഈ തടിയിൽ കൈവെക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. എടി പൊന്നുമോളെ, നീ പറഞ്ഞു വിട്ട ഗുണ്ടകള് അപ്പുറത്ത് ലോക്കപ്പ് കിടപ്പുണ്ട്. കിടപ്പെന്ന് പറഞ്ഞ ഒരു കിടപ്പ് തന്നെയാ. തമ്പുരാന്റെ കൃപ കൊണ്ട് ഒരുത്തം പോലും ഇനി നേരെ നിൽക്കില്ല. നിനക്കെങ്ങനെയാ, നടക്കണോ അതോ കിടക്കണോ? എടി, നിന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോ നീ പറയേണ്ടുന്ന സത്യം അതിപ്പം എന്നോട് പറയണം. എനിക്കൊരു ഗുണ്ടകളെ അറിയില്ല. നിനക്കൊരു ഗുണ്ടകളെ എടി, നീ ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടം. എന്നാലേ നിനക്ക് കിട്ടാനുള്ളതൊക്കെ നീ വാങ്ങിച്ചെടുക്കൂ. പറഞ്ഞോ മോളെ, അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞാനൊരു പന്തലങ്ങിടും. നിന്റെ 16 ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാന്ന് നോക്കണ്ട. എടി മോളെ, ഇപ്പൊ നീ നിൽക്കുന്നതേ നിന്റെ ഓഫീസിലെ മഹാറാണി പട്ടത്തിലല്ല, എന്റെ കസ്റ്റഡിയിൽ, എന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ. ഒന്നുകിൽ നീ നിന്റെ നാവ് കടിച്ചു വിഴുങ്ങണം, അല്ലെങ്കിൽ നീ മറുപടി പറയണം. പറയിപ്പിക്കും ഞാൻ നിന്നെ കൊണ്ട്. നിന്നെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. പറയാൻ നീ പറയില്ലല്ലേ? അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോ ഇവള് സത്യം മുഴുവൻ പറഞ്ഞിരിക്കണം. അതുവരെ നിങ്ങൾ ഇവളോട് ഒരു ദൈവം കാണിക്കണ്ട. അതിനിടയ്ക്ക് ഇവള് ചത്തുപോയാൽ അതിലെ സമാധാനവും ഞാൻ പറഞ്ഞോളാം. തുടങ്ങിയോ? ഞാൻ പുറത്തിറങ്ങിയ സ്ത്രീ പീഡനത്തിന് നിങ്ങളൊക്കെ കണക്ക് പറയേണ്ടി വരിക. നടക്കണി അങ്ങോട്ട്. നീ പറയില്ലല്ലേ? നീയല്ലടി ആളെ തട്ടിച്ചത്. ഞാൻ പറയാം. ഞാനാ ജയിച്ചത്. ഇപ്പൊ നീ പറഞ്ഞത് ഒരു പേപ്പറിലും കൂടി ഒപ്പിട്ട് തന്നാൽ നമ്മൾ തമ്മിലുള്ള ഇടപാട് തൽക്കാലം തീരും. പിന്നെ പുറത്തിറങ്ങിയിട്ട് നീ നടത്തുന്ന സ്ത്രീ പീഡന കേസേ നീ കൊടുക്കൂ. വിധി കേൾക്കാൻ നീ ഉണ്ടാവില്ല. എന്താ വിളിച്ചത്? പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ എന്താണെന്ന് തിരിക്കോ? ഞാൻ വിളിച്ചിരുന്നു. അയാള് വിശേഷിച്ചൊന്നും പറയാൻ തയ്യാറായില്ല. ജാമ്യത്തിന് ശ്രമിക്കണ്ടേ? വേണം. ഞാൻ സാറിനോട് ചോദിച്ചിട്ടാകാന്ന് വിചാരിച്ചു. നല്ല ക്രിമിനൽ അഡ്വക്കേസിനൊക്കെ പരിചയമില്ലേ തോബിയാസിന്? എത്ര വലിയവന്മാര് വരാനും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ മാത്രം പോരെ സാർ? ആ റെപ്യൂട്ടേഷൻ ഉപയോഗിക്കരുതെന്ന് പറയാനാ ഞാൻ തോബിയാസിനെ വിളിപ്പിച്ചത്. സർ, ഒരു കാരണവശാലും ഗ്ലോറിയുടെ ജാമ്യത്തിന് തോബിയാസ് ശ്രമിക്കാൻ പാടില്ല. ഇന്ന് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്റെ ശത്രുവിനെയാണ്. പല ഘട്ടങ്ങളിലും തോബിയാസിന്റെ നിറം മാറ്റം ഞാൻ സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ താൻ ഇടപെട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ അത് താൻ എന്റെ ശത്രുവാണെന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായോ? എനിക്ക് സാറിന്റെ താല്പര്യം മാത്രം നോക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഗ്ലോറിയുടെ കേസ് തീരുന്നവരെ ഞാൻ സാറിന്റെ കൂടെ തന്നെ നടക്കാം. അപ്പൊ പിന്നെ എന്നെ സംശയിക്കില്ലല്ലോ സർ. കൂടുതൽ വിധേയത്വം വേണ്ട. ഒന്നോർത്താ മതി, ഇത്ര നാളുകളും വെട്ടിയെരിഞ്ഞ ചിറക് ഇപ്പൊ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതിന് മേലെ പറക്കാൻ തോബിയാസ് മോഹിച്ചാൽ ആ മോഹം അവസാനത്തേതാവും.
അഞ്ജലി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ അമ്മയുടെ ഇക്കാര്യം സംസാരിക്കണ്ട. തനിക്കെന്താ ഇതിൽ കാര്യം? ഗ്ലോറിക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്കും എന്റെ അമ്മയ്ക്കാ വേദനിക്കുന്നത്. അഞ്ജലി, സത്യാവസ്ഥ മനസ്സിലാക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് കുട്ടിക്ക്. എന്ത് ബുദ്ധിമുട്ട്? താനെന്താ ഉദ്ദേശിച്ചെന്ന് പറയേ? എന്താ? ഗ്ലോറി അറസ്റ്റ് ചെയ്ത അമ്മ അറിഞ്ഞില്ലേ? അതിനെന്താ? ഗ്ലോറിക്ക് ജാമ്യം എടുക്കണം. അമ്മ പോണോ അതിന്? അതിന്റെ ആവശ്യമില്ല. പിന്നെ ആരാ ഗ്ലോറിയുടെ കാര്യം അന്വേഷിക്കേണ്ടത്? ഏതായാലും നീ അന്വേഷിക്കണ്ട. ഞാൻ അന്വേഷിക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജാമ്യത്തിന് പോവാനും എനിക്കറിയാം. പോ, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരരുത്.